ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായമായ ആൾക്കാർക്കും സ്ത്രീകൾക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെയറിൽ, ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 20 മിനിറ്റ് വർക്കൗട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, നിങ്ങൾക്കിത് വീട്ടിൽ ഫോളോ ചെയ്യാം. അപ്പം നിങ്ങൾ എൻ്റെ ഒപ്പം ഈ വർക്കൗട്ട് ചെയ്തോളൂ. വീഡിയോ 20 മിനിറ്റ് ഉണ്ട്. നിങ്ങൾ 20 മിനിറ്റാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് നിങ്ങൾക്ക് ചെയറിലെടുത്തിട്ട് നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാം. അതിനുശേഷം ഇതേ കണക്ക് ഡൗൺ, ഇതേപോലെ 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. 1 2 3 4 5. സ്ലോലി ഡൗൺ, അപ്പ്, ഇതേപോലെ സ്ട്രെയിറ്റ് ആയിരിക്കണം കൈ. 1 2 3 4 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം പതുക്കെ താഴോട്ട് കൈ കൊണ്ടുവരിക. ഇത് നിങ്ങളുടെ ഷോൾഡർ മസിലിനെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനായിട്ട് നല്ല വർക്കൗട്ടാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇത് സ്ത്രീകൾക്കും പ്രായമായവർക്കും വീട്ടിൽ ഫോളോ ചെയ്തുകൊണ്ട് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയ വർക്കൗട്ടാണ്. നിങ്ങൾക്കിപ്പം ജോഗിങ്ങിന് ഓടാൻ പോകാൻ പറ്റുന്നില്ല, നടക്കാൻ പോകാൻ പറ്റുന്നില്ല, ജിമ്മിൽ പോകാൻ പറ്റുന്നില്ല, ശരീരത്തിന് ഭാരം കൂടുതലാണ്, അല്ലെങ്കിൽ ശരീരത്തിന് മറ്റുള്ള പ്രശ്നങ്ങളാണ്, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എൻ്റെ ഒപ്പം ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം ഈ ഒരു വർക്കൗട്ട് നിങ്ങൾ ഒരു 8 പ്രാവശ്യം ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഒരു 5 to 10 സെക്കൻഡ് റെസ്റ്റ് എടുക്കാം. അതിനുശേഷം നിങ്ങൾ അടുത്ത വർക്കൗട്ട് അപ്പ്, 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം പതുക്കെ താഴോട്ട് 3 ആൻഡ് ഹോൾഡ്, 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. സ്ലോലി താഴോട്ട് കൊണ്ടുവരിക കൈ. 4 ഹോൾഡ്, ഡൗൺ, 5. ഇതും നിങ്ങളുടെ ഷോൾഡർ മസിലിന് നല്ല ഒരു വ്യായാമമാണ്. ഇപ്പം മിക്കവാറും പ്രായമായ ആൾക്കാർക്കൊക്കെ അല്ലെങ്കിൽ സ്ത്രീകൾക്കൊക്കെ ഒരു പ്രശ്നമാണ് ഈ ഷോൾഡറിനൊക്കെ ഉണ്ടാകുന്ന തേയ്മാനം, ഷോൾഡറിനുണ്ടാകുന്ന പെയിൻ. അപ്പം അതിനൊക്കെ പരിഹരിക്കാൻ പറ്റിയ ഒരു വ്യായാമം കൂടിയാണ്. നിങ്ങൾക്ക് 8 പ്രാവശ്യം ഇതേപോലെ ആവർത്തിക്കാം. പ്രത്യേകം ഓർക്കുക, നിങ്ങൾ ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ഇതേ കണക്ക് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുക. അതിനുശേഷം നിങ്ങൾ സാവധാനം കൈ താഴോട്ട് കൊണ്ടുവരിക. കൈ താഴോട്ട് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക. അതായത് ഇതേപോലെ ബ്രീത്ത് ഇൻ ആൻഡ് മേളിലോട്ട് അപ്പ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. 8 പ്രാവശ്യം ചെയ്യുക. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വർക്കൗട്ട്. വീണ്ടും 5 to 10 സെക്കൻഡ് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം. മൂന്നാമത്തെ വർക്കൗട്ട് നമ്മുടെ നെക്കിന്, നമ്മുടെ കഴുത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതേപോലെ നിങ്ങൾക്ക് മുകളിലോട്ട് ഇതേപോലെ നോക്കാം. അതിനുശേഷം സ്ലോലി താഴോട്ട് അപ്പ്, ഇതേപോലെ സ്ലോലി ഡൗൺ. ഇതേപോലെ നിങ്ങൾക്ക് ഒരു 8 പ്രാവശ്യം ആവർത്തിക്കാം. ഓക്കെ, ഇത് നിങ്ങളുടെ കഴുത്തിനുണ്ടാകുന്ന വേദന, അങ്ങനെയുള്ള പ്രശ്നങ്ങളെയൊക്കെ അകറ്റാൻ സഹായിക്കുന്ന ഒരു നെക്ക് മൊബിലിറ്റി വർക്കൗട്ടാണ്. 8 പ്രാവശ്യം ചെയ്യുക. വളരെ സ്ലോവിൽ കൺട്രോൾ ചെയ്ത് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഒരുപാട് ഫാസ്റ്റായിട്ടൊന്നും ചെയ്യേണ്ട. വളരെ സ്ലോലി മൂവ്മെൻറ്റ്സിൽ കൺട്രോൾ ചെയ്ത് നിങ്ങളുടെ മസിലിലോട്ട് കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്യുക. ഓക്കെ, 8 പ്രാവശ്യം നിങ്ങൾക്ക് ഈ ഒരു വർക്കൗട്ട് ചെയ്യാം. അതിനുശേഷം വീണ്ടും 5 to 10 സെക്കൻഡ് റെസ്റ്റ് എടുക്കാം. നിങ്ങൾക്ക് ഇടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ടോ ഒന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഓക്കെ, വെള്ളം കുടിക്കാം. കാരണം നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വിയർക്കും. അപ്പം നമുക്ക് വെള്ളം കുടിക്കുന്നുണ്ട്, മറ്റുള്ള പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല. അടുത്ത വർക്കൗട്ട് നമ്മുടെ ഷോൾഡർ മൊബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വർക്കൗട്ടാണ്. ഇതേപോലെ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ടിരുന്നതിന് ശേഷം ഇതേപോലെ ബാക്കിലോട്ട് 4, കമോൺ, 5 6, സ്ലോലി 7, കൺട്രോൾ. ഓക്കെ, അങ്ങനെ ഒരു 8 പ്രാവശ്യം നിങ്ങൾ ചെയ്യുക. നമ്മുടെ ഷോൾഡറിന് വേണ്ടിയിട്ടുള്ള ഒരു വർക്കൗട്ടാണ്. വീണ്ടും നിങ്ങൾ 5 to 10 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. നിങ്ങൾ എൻ്റെ ഒപ്പം ഈ വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. നിങ്ങൾക്ക് പിന്നെ ഈ വർക്കൗട്ട് ഫോളോ ചെയ്യാൻ മതിയാവും. അടുത്തായിട്ട് വീണ്ടും നമ്മൾ ഷോൾഡർ മൊബിലിറ്റിക്ക് വേണ്ടിയിട്ട് കൈ നമ്മുടെ ഷോൾഡറിൽ ഇതേ കണക്ക് പിടിച്ചതിന് ശേഷം ഇതേപോലെ റൊട്ടേറ്റ് ചെയ്യുക. സ്ലോലി 3 4, very slowly 5 6 7 and 8. ഓക്കെ, അതിനുശേഷം നിങ്ങൾ തിരിച്ച് റൊട്ടേറ്റ് ചെയ്യുക. ഇതേപോലെ സ്ലോലി 1 2, നൈസ്, 3, ഗുഡ്, 4 5 6 7 8. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ അടുത്ത വർക്കൗട്ട്. നിങ്ങൾ 8 പ്രാവശ്യം ഈ ഒരു വർക്കൗട്ട് ആവർത്തിക്കുക. ഓക്കെ, തിരിച്ചും ആൻറ്റി ക്ലോക്ക് വൈസ് ആൻഡ് ക്ലോക്ക് വൈസിൽ നിങ്ങൾ 8 പ്രാവശ്യം വെച്ച് ചെയ്യുക.
അതിനുശേഷം നമ്മുടെ അടുത്ത വർക്കൗട്ട് കൈ നിങ്ങൾ ഇത് കണക്ക് മുകളിലേക്ക് കൊണ്ടുപോവുക. അതിനുശേഷം വളരെ സാവധാനത്തിൽ ഒരു സൈഡിലോട്ട് പതുക്കെ ഇത്ര മാത്രം സ്ട്രെച്ച് ചെയ്യുക. 1 2 ഒരുപാട് അങ്ങ് സ്ട്രെച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ട, ഇത്ര മാത്രം. ഓക്കെ, 3 നൈസ്, അപ്പ് ആൻഡ് 4 വെരി ഗുഡ്, 5 നൈസ് വർക്ക്, 5 ഹോൾഡ്, 6 7 നൈസ്, 8 കൺട്രോൾ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ അടുത്ത വർക്കൗട്ട്. നിങ്ങൾ വീണ്ടും 5 to 10 സെക്കൻഡ് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് പോവാം. തലയിൽ നിങ്ങൾക്ക് ഇതേ കണക്ക് പോലെ കൈവെക്കാം. ഓക്കെ, ഇതേപോലെ നൈസായിട്ടൊന്ന് വെച്ചേക്കുക. അതിനുശേഷം ഇതേപോലെ 1 2 ഇത്ര മാത്രം, നൈസ്, 3 ബ്രീത്ത് ഇൻ, സ്ലോലി ബ്രീത്ത് ഔട്ട്, 5 6 നൈസ്, 7 വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ് വർക്ക്, ആൻഡ് 8 വെരി സ്ലോലി കൺട്രോൾ. ഓക്കെ, ഇത് നമ്മുടെ ലോവർ ബാക്കിന് വളരെ നല്ലൊരു വർക്കൗട്ടാണ്. അതിനുശേഷം നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് പോവാം. നിങ്ങൾ കൈ ഇതേ കണക്ക് നിങ്ങളിരിക്കുന്ന കസേരയിൽ നല്ലോണം ഒന്ന് ഫോഴ്സ് ചെയ്ത് നല്ല ശക്തിയായിട്ട് പിടിക്കുക. ഇതേപോലെ നല്ല സ്ട്രോങ് ആയിട്ട് പിടിച്ചതിന് ശേഷം പതുക്കെ അപ്പ് ചെയ്യുക. 1 2 മാക്സിമം എത്രത്തോളം നിങ്ങൾക്ക് സ്ട്രെങ്ത് എടുത്തിട്ട് ഉയരാൻ പറ്റുമോ അത്രത്തോളം സ്ട്രെങ്തിൽ നല്ല ശക്തിയായിട്ട് നിങ്ങൾ കൈക്ക് നല്ല ബലം കൊടുത്തുകൊണ്ട് നിങ്ങൾ മുകളിലേക്ക് ഉയരുക. 4 5 6 നിങ്ങളുടെ ട്രൈസെപ്സ് മസിലിനൊക്കെ നല്ല ഒരു വർക്കൗട്ടാണ്. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് ഒരു 8 പ്രാവശ്യം ആവർത്തിക്കാം. നൈസ്, 5 to 10 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. അടുത്ത വർക്കൗട്ട് നമ്മുടെ ഫോർ ആംസിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ട്. 2 ഇതേപോലെ, 3 4 നൈസ്, 5 6 7 8 ഓക്കെ, 8 പ്രാവശ്യം നമ്മൾ ചെയ്തു നമ്മുടെ ഫോർ ആംസിന് വേണ്ടിയിട്ട്. അതിനുശേഷം 5 to 10 സെക്കൻഡ് റെസ്റ്റ്. വീണ്ടും അടുത്ത വർക്കൗട്ടിലോട്ട് നിങ്ങൾക്ക് ചെയറിൽ ഇത് കണക്ക് നേരെ ഇരുന്നതിന് ശേഷം ഇതേപോലെ കാല് പതുക്കെ ഉയർത്തുക. 2 നൈസ്, 3 4 ഒരുപാട് ഉയരത്തിലോട്ട് പൊക്കാൻ ശ്രമിക്കരുത്, ഇത്ര മാത്രം. നൈസ് വർക്ക്. 6 7 8 ഇത് നിങ്ങളുടെ കോർ മസിലിനെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനും നിങ്ങളുടെ കാലുകൾക്കും വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഒരു കാലിൽ 8 പ്രാവശ്യം വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. മൊത്തം നമ്മൾ 16 പ്രാവശ്യം. ഓക്കെ, കമോൺ. ഓക്കെ, 5 to 10 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം. ഇത് കണക്ക് നിങ്ങൾക്ക് കൈ ഉയർത്താം. അതിനുശേഷം നിങ്ങൾ വളരെ സാവധാനത്തിൽ ഇതേപോലെ മാക്സിമം തറയിലായിട്ട് ടച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും മുന്നിലോട്ട് വേണം നമ്മുടെ കൈ വരാനായിട്ട്. ഇതേപോലെ മുൻവശത്തോട്ട്, ഫ്രണ്ടിലോട്ട്. 2 കമോൺ, നൈസ്, സ്ലോലി താഴോട്ട് മുമ്പോട്ട്. 3 up, 4 5 nice work, 6 breathe out, 7 last one, come on, nice work. അങ്ങനെ നമ്മൾ അതും 8 പ്രാവശ്യം ചെയ്തു. അതിനുശേഷം വീണ്ടും 5 to 10 സെക്കൻഡ് റെസ്റ്റ് എടുക്കാം. നിങ്ങൾക്ക് കൈയൊക്കെ ഇതേപോലെയൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് കുലുക്കി ഒന്ന് ഷെയ്ക്ക് ചെയ്യുക. ഓക്കെ, നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്നും കൂടെ ഒന്ന് വർദ്ധിപ്പിക്കാം. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം. അടുത്ത വർക്കൗട്ട് നിങ്ങൾ ഇതേപോലെ കൈ അപ്പ് ചെയ്യുക. അതിനുശേഷം 1 2
വെരി ഗുഡ്. 3 നിങ്ങളുടെ കൈയും കാലും ഒരേ കണക്ക് പ്രവർത്തിക്കട്ടെ. 4 5 ഗുഡ് 6 7 8 come on 9 സ്ലോലി കൺട്രോൾ. നമ്മുടെ വർക്കൗട്ടിലോട്ട് മാത്രം കോൺസെൻട്രേഷൻ കൊടുക്കുക, നമ്മുടെ മസിൽസിലോട്ട് മാത്രം കോൺസെൻട്രേഷൻ കൊടുക്കുക. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് ആവർത്തിക്കാം. ഇത് നിങ്ങളുടെ കോർ മസിലിനും കാലുകൾക്കും നിങ്ങളുടെ ഫുള്ള് ബോഡിക്കും നല്ല മൊബിലിറ്റിയും ഒക്കെ തരുന്ന ഒരു വർക്കൗട്ട് കൂടിയാണ്. ഒരു ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടുകളാണ്. നിങ്ങൾക്ക് നിത്യേന ഈ വർക്കൗട്ട് പരിശീലിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു എക്യുപ്മെൻറ്റ്സിൻ്റെയും ആവശ്യമില്ല. ഒരു ചെയർ മാത്രമാണ് നമുക്ക് ഇതിനകത്ത് വേണ്ടുന്ന ഒരേ ഒരു സാധനം എന്ന് പറയുന്നത്. ഓക്കെ, വീണ്ടും നമ്മൾ 5 to 10 സെക്കൻഡ് റെസ്റ്റ്. നൈസ് വർക്ക്. ഗുഡ്. അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം. നിങ്ങൾ കൈയൊക്കെ വീണ്ടും ഒന്ന് ഷേക്ക് ചെയ്യുക, റെസ്റ്റ് എടുക്കുക. അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം നമുക്ക്. കമോൺ, വീണ്ടും കൈകൾ ഉയർത്താം. അതിനുശേഷം നമ്മൾ മുമ്പേ ചെയ്ത കണക്ക് തന്നെ, നമ്മൾ മുമ്പേ ഫ്രണ്ടിലോട്ടാണ് കൈ പോയതെങ്കിൽ ഈ പ്രാവശ്യം ബാക്ക് വശത്തോട്ട് ഇതേപോലെ 1, ഇതേപോലെ ബാക്കിലോട്ട് പോട്ടെ കൈ. 2 വെരി ഗുഡ്. 3 നൈസ്. അപ്പ് സ്ലോലി കൺട്രോൾ ചെയ്ത് താഴോട്ട്. 5 6 7 and breathe out. Nice, breathe in. Come on. Yes. സാവധാനം. ഓക്കെ, നമ്മൾ 8 പ്രാവശ്യം ആ വർക്കൗട്ട് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം. നിങ്ങൾക്ക് ഇതേ കണക്ക് നിങ്ങളുടെ ബൈസെപ്സിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു വെയിറ്റ് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. ഒരു ഹെവി ആയിട്ടുള്ള വെയിറ്റ് നിങ്ങളുടെ കൈകൾക്ക് മാക്സിമം ശക്തി കൊടുത്തുകൊണ്ട് ഫുൾ ഫോഴ്സിൽ നിങ്ങൾ മുകളിലോട്ട് അപ്പ് ചെയ്യുക. ഇതേപോലെ സ്ലോലി നല്ല ഫോഴ്സിൽ തന്നെ താഴോട്ട് കൊണ്ടുവരിക. കമോൺ. 5 ഹപ്പ്. ബൈസെപ്സിലോട്ട് കോൺസെൻട്രേഷൻ ചെയ്യുക. 6 ഹപ്പ്. 7 വെരി ഗുഡ്. നൈസ് വർക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബൈസെപ്സിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ട് ഹെവി വെയിറ്റ് വെച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ അങ്ങനെ വിചാരിച്ചുകൊണ്ട് വർക്കൗട്ട് ചെയ്യുക. അടുത്ത നമ്മുടെ വർക്കൗട്ടിലോട്ട് പോവാം. അടുത്ത വർക്കൗട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഇരിക്കാം. അതിനുശേഷം ഒരു കാല് മുകളിലോട്ട് ഉയർത്തുക, ഡൗൺ. അടുത്ത കാല് സ്ട്രെയിറ്റ് ആയിരിക്കണം കാല്. നൈസ്. ഹോൾഡ്. നിങ്ങളൊരു 3 സെക്കൻഡെങ്കിലും മുകളിൽ ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വെരി ഗുഡ്. അപ്പ്. നൈസ് വർക്ക്. കമോൺ. 7. ഇത് നിങ്ങളുടെ കാലുകൾക്ക് വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. നിങ്ങൾക്ക് ഒരു കാലിൽ 8 പ്രാവശ്യം വെച്ച് ചെയ്യാം. അങ്ങനെ നമുക്ക് 16 പ്രാവശ്യം. ഓക്കെ, നൈസ് വർക്ക്. വെരി ഗുഡ്. നിങ്ങൾ മുകളിൽ കാല് കൊണ്ടുവന്നതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യണം. അതിനുശേഷം സാവധാനം താഴോട്ട് കൊണ്ടുവരിക. നിങ്ങളുടെ തൈ മസിലിലോട്ട്, നിങ്ങളുടെ കാലുകളിലോട്ട് നിങ്ങളുടെ ഫുൾ കോൺസെൻട്രേഷൻ കൊണ്ടുപോവുക. വെരി ഗുഡ് വർക്കൗട്ട്. നൈസ് വർക്കൗട്ട്. നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് പോവാം. അടുത്ത വർക്കൗട്ട് നമ്മുടെ കാഫ് മസിലിന് വേണ്ടിയിട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇതേ കണക്കിരുന്നതിന് ശേഷം ഇതേപോലെ 1 ഡൗൺ, സ്ലോലി ഡൗൺ, സ്ട്രെച്ച്. 2 ഡൗൺ, 3 ഡൗൺ, 4 വെരി ഗുഡ്, 5 നൈസ്, 6 7 8
നിങ്ങൾക്ക് 10 പ്രാവശ്യം ചെയ്യാം. 9. ഇത് നമ്മുടെ കാഫ് മസിലിന് വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. ഓക്കെ, വെരി ഗുഡ് വർക്കൗട്ട്. അപ്പം ആ വർക്കൗട്ടും ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം. 5 to 10 സെക്കൻഡ് റെസ്റ്റ് എടുക്കാം. നിങ്ങൾക്ക് വെള്ളം കുടിക്കാം. വീണ്ടും കൈ നമ്മൾ അപ്പ് ചെയ്യുന്നു. ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നു. കൈ അപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഇതേപോലെ 1, ഇതേപോലെ ഒരു കാല് പതുക്കെ ഉയർത്തുന്നു. കൈ ആ ഒരു വശത്തോട്ട് കൊണ്ടുവരുന്നു. 3, 4. നിങ്ങൾ ഒരുപാട് കാല് മുകളിലോട്ട് ഉയർത്താനായിട്ട് ശ്രമിക്കേണ്ട, നിങ്ങളെ കൊണ്ട് പറ്റുന്നിടത്തോളം. ഓക്കെ, നൈസായിട്ട്, വളരെ നൈസായിട്ട് ചെയ്യുക. ഇതേപോലെ. വെരി ഗുഡ്. കമോൺ. ഒരു കാലിൽ നിങ്ങൾക്ക് 8 പ്രാവശ്യം വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. വെരി ഗുഡ്. നമ്മുടെ ബോഡി ഫ്ലെക്സിബിലിറ്റി, മൊബിലിറ്റി, സ്ട്രെങ്ത് ഇതെല്ലാം നമുക്ക് ഇരുന്നു കൊണ്ട് വർക്കൗട്ട് ചെയ്ത് വർദ്ധിപ്പിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് ജിമ്മിൽ പോകാൻ പറ്റുന്നില്ല, മറ്റുള്ള വർക്കൗട്ടുകൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വിഷമവും നിങ്ങൾക്ക് വേണ്ട. അത്രത്തോളം സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. കണ്ടില്ലേ, ഞാനിപ്പോൾ തന്നെ നല്ല രീതിയിൽ വീർക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ, നല്ല എഫക്റ്റീവാണ്. ഓക്കെ, അതിനുശേഷം 5 to 10 സെക്കൻഡ് റെസ്റ്റ് എടുക്കാം. നിങ്ങൾക്ക് കാലുകൾ ഇതേപോലെ അല്പം വൈഡായിട്ട് വെക്കാം. ഇതേപോലെ നിങ്ങൾക്ക് വെക്കാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1, പഴയ പൊസിഷൻ. 2, വീണ്ടും പഴയ പൊസിഷൻ. 3, വെരി ഗുഡ്. 4, 5, 6, 7. വെരി ഗുഡ്. 8, 9, 10. 1, 2, 3, 4. ഓക്കെ, വെരി ഗുഡ് വർക്കൗട്ട്, നൈസ് വർക്കൗട്ട്. ഓക്കെ, വീണ്ടും 5 to 10 സെക്കൻഡ് റെസ്റ്റ് എടുക്കാം. നിങ്ങൾക്ക് കൈയൊക്കെ ഒന്ന് ഷെയ്ക്ക് ചെയ്യാം. നിങ്ങളുടെ ഫുൾ മസിൽസും ആക്ടിവേഷൻ ആയിരിക്കുകയാണ്. നിങ്ങളുടെ ഫുൾ ബോഡിയും അലർട്ടായിരിക്കുകയാണ്. നിങ്ങളുടെ ഫുൾ ബോഡി നല്ല സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ആ ഒരു രീതിയിൽ ഇമാജിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കാലുകൾ ഇതേപോലെ ഉയർത്താം. 2 കാലുകളും പതുക്കെ ഇതേപോലെ വൈഡ് ചെയ്യാം. 2, ഇതേപോലെ. ഓക്കെ, 2, അപ്പ്. 3, നൈസ് വർക്ക്. 4, അപ്പ് സ്ട്രൈറ്റ്. 5, 6, 7, 8. ഓക്കെ, അടിപൊളി. ഇനി നമുക്ക് 3 വർക്കൗട്ടുകളാണ് അവശേഷിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കൈ ഇതേപോലെ വെക്കാം. അതിനുശേഷം 1, 2, ഇത് നിങ്ങളുടെ ചെസ്റ്റ് മസിലിന് നല്ല വർക്കൗട്ടാണ്. നൈസ്. 3, 4, 5, കമോൺ. 6, വെരി ഗുഡ്. 7, 8. ഗുഡ്. റെസ്റ്റ് എടുക്കാം. 5 to 10 സെക്കൻഡ്. വീണ്ടും അടുത്ത വർക്കൗട്ട്. ബാക്കിലോട്ട് മാക്സിമം ഫോഴ്സിൽ ഫ്രണ്ടിലോട്ട് കൈ കൊണ്ടുവരിക, മാക്സിമം ശക്തിയിൽ. അതേപോലെ ബാക്കിലോട്ട്. 4, 5, ബാക്ക്. 6,
7, nice, and 8. Very good, very good, very good work. Okay, nice. Rest. നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ട് നമ്മൾ ചെയർ വാക്ക് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നമ്മുടെ ലാസ്റ്റത്തെ വർക്കൗട്ട് ചെയർ വാക്ക്. നമ്മൾ കസേരയ്ക്കകത്ത് ഇരുന്നുകൊണ്ട് തന്നെ നടക്കുവാണ്. സ്റ്റാർട്ട് ചെയ്യാം. 1 2 1 2 1 2 1. നമ്മൾ നടക്കുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ നമ്മൾ കസേരയിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്നു. ഒരു കാർഡിയോ എക്സസൈസ് കൂടിയാണ്. വെരി നൈസ്. കമാൺ, ഫാസ്റ്റ്. ഗുഡ് 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 ഗുഡ്. കമോൺ കമോൺ, ഗുഡ് മാൻ. ഓക്കെ, അപ്പം ഈ ഒരു വർക്കൗട്ടും കൂടെ നമുക്ക് ചെയ്ത് ഫിനിഷ് ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ 20 മിനിറ്റ് ചെയർ വർക്കൗട്ട്. ആർക്കും വീട്ടിൽ ഫോളോ ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള ചെയർ വർക്കൗട്ട്. നിങ്ങളുടെ മൊബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി, സ്ട്രെങ്ത്, മസിൽ ട്യൂണിങ്ങിനൊക്കെ സഹായിക്കുന്ന വർക്കൗട്ടുകളാണ്. നിങ്ങൾ വീട്ടിൽ ഫോളോ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.